ഹായ് ഫ്രാൻസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലും പഴവും പേര് പോലെ തന്നെ ഒരു 2000-ലൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ നല്ല രസം പിടിച്ചൊരു സബ്ജക്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർലിംഗ് അങ്ങോട്ട് എത്ര കൊല്ലമായി, 2000 കാലഘട്ടമാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിലൊരു കഥ, അതുപോലെ ബോഡി ഗാർഡ്, സോഷ്യൽ മീഡിയയിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് വീട്ടിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലേഡി, ജോലി കിട്ടിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ഉത്തരവാദിത്തം ഇല്ലാത്ത വേറൊരുത്തൻ, നല്ല ഏജുള്ള ഒരു പെൺകുട്ടി, ഏജ് വളരെ കുറവായ ഒരാണിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊല്ലം കുറേ മുമ്പ് കണ്ടതാണ്. അത് VKP സംവിധാനം ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ വിഷമമായി. സംഭവം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ഇന്നലെയാണ് പടം കാണുന്നത്. ജോസില് ഫസ്റ്റ് ഷോ ആണ് നമ്മൾ കാണുന്നത്. പടത്തിന് ആളുണ്ട് കിടന്നിട്ട് പറയുന്നു 10-80% ആൾക്കാരുടെ അടുത്ത്. VKPയുടെ ലാസ്റ്റ് പടവും ഇതിന് മുമ്പ് ഇറങ്ങിയ പടവും വളരെ ശോകമായിരുന്നു. പടത്തിന്റെ പേര് ഓർക്കുന്നില്ല. ഒരു ചാനൽ സംബന്ധമായിട്ടുള്ള പടം, ഷൈൻ ടോൺ ചോക്കെ ആയിട്ട് അത് കണ്ടു. പക്ഷെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇയാളെ പടങ്ങള് ഭയങ്കര രസമായിട്ട് എടുക്കുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പോയിരുന്നു. മീര യാസ്മിൻ പക്ഷെ കുറേ ക്ലീഷ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് 2 മണിക്കൂർ 25 മിനിറ്റ് നേരം നമ്മളെ പടത്തിൽ എന്തൊക്കെയുണ്ട്, പക്ഷെ ഒന്നും കണക്ഷൻ കിട്ടുന്നില്ല. വളരെ ശോകം. കോമഡിക്ക് വേണ്ടി കുറെ പുതിയ പിള്ളേരിട്ടുണ്ട്. സമീർ സൈഡ് പ്രൊഡ്യൂസർ, വിനോദ്, ആശിഷ്, രചന, ഉണ്ണികൃഷ്ണനാണ് ഇതിന്റെ റൈറ്റർ, ഗോപിസുന്ദറിന്റെ മ്യൂസിക്, ഇയാള് താനാരടി ഇളഞ്ഞല്ലാണ്, രാഹുൽ ദീപ് സിനിമോട്ടോഗ്രാഫർ, പ്രവീൺ പ്രഭാകർ എഡിറ്റർ, മീരാസ്മിൻ നായികയായിട്ടുള്ള പടം തന്നെയാണ് ഈ പടം കാണാൻ മെയിൻ റീസൺ. പിന്നെ VKP ഡയറക്ടർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ അശ്വിൻ ജോസ് നമുക്ക് ഇഷ്ടമാണ്. നെഞ്ചിരകത്തിൽ ആലേട്ടൻ, സുനി എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ സുമി എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ ശാന്തി കൃഷ്ണ, നമ്മുടെ അശ്വിൻ ജോസിന്റെ സുനിയുടെ ക്യാരക്ടറിന്റെ അമ്മയായിട്ട് സുമിത്ര, മണിയമ്പിള്ള രാജു, ജയരാസ്മിന്റെ അമ്മയായിട്ടാണ് ശാന്തി കൃഷ്ണ, മണിയമ്പിള്ള രാജു, താമരാഷൻ അശ്വിന്റെ അച്ഛനായിട്ട് അശോകൻ, ഒരു വെറുപ്പിക്കൽ കഥാപാത്രം. ഇയാൾ എന്തിനാ ഈ കഥാപാത്രം എടുത്ത് ചെയ്യാൻ നിൽക്കുന്നത്? നമുക്ക് അശോകന്റെ ക്യാരക്ടേഴ്സൊക്കെ എന്ത് ഇഷ്ടമുള്ളതാണ്. ഇയാള് ഒലിപ്പിക്കൽ വളരെ മോശം ക്യാരക്ടർ അശോകന്റെ കരിയറിൽ ഞാൻ പറയും. നിഷാസ് അരങ്ക് പിന്നെ ആസ് യൂഷ്വൽ ആള് ചെയ്യാറുള്ള പോലെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മിഥുൻ രമേശ്, അയ്യോ, രചന നാരായണൻകുട്ടി പിന്നെ കുഴപ്പമില്ല, രഞ്ജിത്ത് മാമ്പാട്ട്, അങ്ങനെ പിന്നെ കുറെ പിള്ളേരുണ്ട്. മറ്റേ ഇതിലെ പ്രേമലൂലെ നല്ല രുചിയുണ്ടെന്ന് പറയുന്നില്ല അവൻ. പിന്നെ പുതിയ കുറെ പിള്ളേർ, ന്യൂജൻ പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ടീം, അതിലൊരു ആളായിട്ട് നമ്മുടെ അശ്വിൻ. എനിക്ക് പ്രത്യേകിച്ച് പടത്തിനെ കുറിച്ചൊന്നും പറയാനില്ല. VKPക്ക് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പിന്നെ മീര യാസ്മിൻ പഴയ കണ്ടന്റാണ്, ഫ്രഷ് അല്ല. ഞാൻ പറഞ്ഞു 2000-ലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കാണാം. ഈ ഫേസ്ബുക്കൊക്കെ വെച്ചുള്ള ആ കാലഘട്ടമല്ലേ, ഫേസ്ബുക്കിലൊക്കെ നമ്മളെ കുറെ പെണ്ണുങ്ങളൊക്കെ റിക്വസ്റ്റ് അയച്ചിട്ട് ചാറ്റ് ചെയ്തിരുന്ന ആ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ കുറെ കണക്റ്റഡ് ആവുന്ന സീനുകളൊക്കെ ഉണ്ട് പടത്തിൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിച്ചു തുടങ്ങിയ സമയത്തുള്ള. പക്ഷെ നമ്മൾ ഫിലിം ആകുമ്പോൾ പ്രത്യേകിച്ച് 2 മണിക്കൂർ 25 മിനിറ്റ് സമയമുണ്ട്. അത് എൻഗേജ്ഡ് ആക്കാൻ പറ്റുന്നില്ല. പിന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സിലൊരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഒരു ഒന്നും പറയാനില്ല. ഈ കരച്ചിലും വിഷമൊക്കെ വന്നു. പിന്നെ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു, അവര് നല്ല കയ്യടിയൊക്കെ ഉണ്ട് അശോകന്റെ ചില സീനുകളിലൊക്കെ. അവർക്കൊക്കെ ചില സീനുകളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെ നിരാശനായിരുന്നു ഈ പടം. അപ്പോൾ മീര യാസ്മിൻ എന്നൊരു ആക്ട്രസ്, നമ്മളത്ര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ട്രസ്സാണ്. VKP ഇവരൊക്കെ ഒന്നും കൂടി നല്ല രീതിയിലൊക്കെ സെലക്റ്റീവായിട്ട് പടം ചെയ്യണത് 2024 ഓൾ ദി ബെസ്റ്റ്. അടുത്ത പടത്തിനായി വെയിറ്റ് ചെയ്യുന്നു. VKPയിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട പടങ്ങളുണ്ട് നമുക്ക്. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അശ്വിൻ ജോസ് ആളൊക്കെ പെർഫോമൻസ്, നല്ല പെർഫോമൻസ് നമ്മൾ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് വന്ന പടത്തിന് മുമ്പ് വന്നൊരു പടം ഭയങ്കര ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് അപേക്ഷിച്ച് എനിക്കൊന്നും തോന്നിയില്ല പ്രത്യേകിച്ച്. ചില ഭാഗങ്ങളൊക്കെ കണക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ടച്ച് ആവുന്ന ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട സമയത്തൊക്കെ ഉള്ള കുറച്ച് കോഴിത്തരങ്ങളൊക്കെ നമുക്ക് കണക്ട് ആവുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഫിലിമായിട്ട് കോമ്പിനേഷൻ സീനുകളൊന്നും വരുന്ന സമയത്ത് എഡിറ്റിങ്ങിന്റെ ഒക്കെ നല്ല പോരായ്മയുണ്ട്. പിന്നെ കഥ ഫ്രഷ് അല്ല, അതാണ് ഏറ്റവും മെയിൻ റിസ്ക്. നമ്മളൊന്നും പറയുന്നില്ല, ഇതാണ് നമ്മുടെ ഒപ്പീനിയൻ. നിങ്ങൾ പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. എനിക്കിതാണ് പറയാനുള്ളത്. ഭയങ്കര നിരാശാജനകമായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ.